ഹായ് ഹലോ നമസ്കാരം. അപ്പോൾ നമ്മുടെ ഇന്ന് എന്താ പരിപാടിയെന്ന് വെച്ചാൽ നമ്മളിന്നൊരു സിനിമയ്ക്ക് പോകാൻ പോവാണ്. സിനിമ ഏതെന്നുള്ളത് ഏത് സിനിമയ്ക്ക് നമ്മൾ പോകണേ? ആടുജീവിതം. അപ്പോൾ പടത്തിനെ കുറിച്ച് പ്രത്യേകിച്ചൊന്നും പറഞ്ഞിട്ടല്ലോ, കിടിലൻ പടമായിരിക്കും. അപ്പോൾ നമ്മൾ ഈ കുട്ടികളെയൊക്കെ ഒന്ന് കാണിക്കാം. ഞാൻ വെച്ചാൽ ഇതിൻ്റെ നമ്മൾ നോവൽ ആദ്യം വായിച്ചിട്ടുള്ളതാണ്. കിടിലൻ ഒരു നോവൽ തന്നെയായിരുന്നു. അപ്പോൾ അത് നമ്മൾ സിനിമയായിട്ട് കാണുമ്പോൾ ഒന്നും പറയണ്ടല്ലോ, അടിപൊളിയായിരിക്കും. അപ്പോൾ നമുക്ക് പോയാലോ? അപ്പോൾ അവരുടെ അവരുടെ അടുത്തേക്ക് വേറെ റെഡിയാവും പറഞ്ഞേ. ഓക്കെ. ആടുജീവിതം സിനിമയെക്കുറിച്ച് ഇപ്പോൾ നല്ല അഭിപ്രായങ്ങളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ പൃഥ്വിരാജൊക്കെ കിടിലൻ അഭിനയം എന്ന് പറയുന്നത്. ഞാനൊന്ന് ആലോചിക്കും, പൃഥ്വിരാജൊക്കെ ഇങ്ങനെ അഭിനയിച്ചിട്ടുണ്ടെങ്കിൽ ശരിക്കുമുള്ള ആ നജീബ് ജീവിതത്തിൽ എന്തുമാത്രം യാതന അവിടെ അനുഭവിച്ചിട്ടുണ്ടാവും എന്നാണ് ആലോചിക്കുന്നത്. ശരിക്കും അദ്ദേഹത്തെ കുറിച്ച് ഇപ്പോൾ എന്തെങ്കിലും അവാർഡ് ആൾക്ക് കൊടുക്കണം നമ്മൾ. ശരിക്കും ഈ സിനിമയുടെ തന്നെ ഒരു ക്യാപ്ഷൻ പറയേണ്ടത്, നാം അനുഭവിക്കാത്ത ജീവിതങ്ങളെല്ലാം നമുക്ക് വെറും കെട്ടുകഥകൾ മാത്രമാണെന്ന്. അത് എത്ര കറക്റ്റായിട്ടുള്ളൊരു കാര്യമാണല്ലോ. നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് കാര്യങ്ങൾ വരുമ്പോൾ നമ്മളത് ശരിക്കും എടുക്കുള്ളൂ, അല്ലെങ്കിൽ അതൊക്കെ എന്ത് എന്നുള്ളത് നിസ്സാരമായിട്ട് കാണും. അപ്പോൾ നമ്മൾ തിയേറ്ററിൽ എത്തിയിട്ട് ചാലക്കുടി ഡി സിനിമാസിലാണ് നമ്മൾ സിനിമ കാണാൻ വന്നിരിക്കുന്നത്. നമ്മൾ വൈകിട്ടത്തെ 5 മണിയുടെ ഷോ കാണാനാണ് വന്നിരിക്കുന്നത്. പക്ഷേ ഇവിടെ 5 മണിയായിട്ട് ജസ്റ്റ് ഇതിന് മുന്നുള്ള ഷോ എന്തൊരു ഡിലേ ആയ കാരണമാണ് നമ്മൾ ഈ ഷോ തുടങ്ങാൻ കുറച്ച് താമസമായി. ഇപ്പോൾ ആൾക്കാരെ കൂടെ നല്ല തിരക്കായി ഇവിടെ ഓപ്പൺ ആക്കണുള്ളൂ. ഇപ്പോൾ 5 മണി കഴിഞ്ഞു. കറക്റ്റ് 5 മണിക്ക് തുറക്കേണ്ട ഷോയാണ്. അതിന് മൊത്തത്തിൽ ഇപ്പോൾ ഉള്ളിലേക്കുള്ള ഡോറ് തുറന്നില്ല, എന്താണെന്ന് കറക്റ്റ് അറിയില്ല. എല്ലാവരും ഇവിടെ വെയിറ്റിംഗ് ആണ്. സമയം 5:15 ആവാറായിട്ട് സിനിമ തുടങ്ങുള്ളൂ. സിനിമ കഴിഞ്ഞു കേട്ടാ. അടിപൊളി സിനിമ, മസ്റ്റ് വാച്ച് മൂവി ഉണ്ട്. തിയേറ്റർ എക്സ്പീരിയൻസ് എല്ലാവരും ഒന്ന് കാണണം. അടിപൊളി സൂപ്പർ സിനിമ. സിനിമ എങ്ങനെയുണ്ടായിരുന്നു? സൂപ്പർ. പടം ഇഷ്ടപ്പെട്ടില്ലേ? സൂപ്പർ അല്ലേ? സൂപ്പർ പടം.
സിനിമ കണ്ടു കഴിഞ്ഞു. കിടിലൻ പടം, സൂപ്പർ പടം, ഒന്നും പറയാനില്ല, അടിപൊളി പടം. ഇത് ഈ ബുക്ക് നമ്മൾ പണ്ട് ഈ ആടുജീവിതം ഇറങ്ങിയ സമയത്ത് വായിച്ചിട്ടുള്ളതാണ് കേട്ടോ. അത് ഒറ്റ ഇരിപ്പിന് ഫുള്ള് വായിച്ചു തീർത്തിട്ടാണ് നമ്മൾ അവിടെ നിന്ന് എഴുന്നേറ്റ്. അത്രയും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് വായിച്ചു വന്നപ്പോൾ അത്ര ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു സാധനങ്ങൾ അത് വായിച്ചു കഴിഞ്ഞപ്പോൾ നമുക്ക് ഉള്ളിലൊക്കെ ഉള്ളൊരു വിഷമമുണ്ടല്ലോ, ഭയങ്കര ഒരു ഇതായിരുന്നു. അതിപ്പോൾ സിനിമയായിട്ട് വന്നപ്പോൾ ഒന്നും പറയാനില്ല. അപ്പോൾ ഒന്നും പറയേണ്ട കാര്യമില്ല. പൃഥ്വിരാജൊന്നും ഒരു രക്ഷയില്ല കേട്ടാ, കിടിലൻ അഭിനയം. ശരിക്കും അവാർഡ് എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഒരു ഓസ്കാർ അവാർഡ് കിട്ടേണ്ട ഒരു പടം തന്നെയാണ്. ഒരു രക്ഷയില്ല, കിടിലൻ പടം. അപ്പം എല്ലാവരും പോയി കാണണം, അടിപൊളി സിനിമ കേട്ടാ. അപ്പോൾ ഓക്കെ, താങ്ക് യു.